ചലച്ചിത്ര നിർമ്മാണത്തിൻ്റെ സമവാക്യങ്ങൾ ഇന്ന് മാറിയിരിക്കുന്നു. ഒരു 10 വർഷം മുമ്പ് വിഷ്വലൈസർ എന്ന തസ്തിക ഇന്ത്യൻ സിനിമയ്ക്ക് പരിചിതമല്ലായിരുന്നു. ഇന്ന് എല്ലാ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾക്കും വിഷ്വലൈസർ എന്ന ഗ്രാഫിക് ഡിസൈനർ ഒരു പ്രധാന ഘടകമായി മാറിയിരിക്കുകയാണ്. ഹൈദരാബാദിലെ പ്രശസ്ത ഗ്രാഫിക് സ്റ്റുഡിയോ ആയ ഫയർഫ്ലൈയുടെയും അതിൻ്റെ സാരഥി സന്നദ്ധിൻ്റെയും അനുഭവങ്ങളിലൂടെ എന്താണ് പഠിച്ചത്? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ അനിമേഷനാണ് പഠിച്ചിരുന്നത്, അതായത് കാർട്ടൂൺ അനിമേഷൻ. ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്, അഹമ്മദാബാദിലാണ്. അവിടെ 5 വർഷത്തെ അനിമേഷൻ ഫിലിം മേക്കിംഗ് ആണ് ഞാൻ പഠിച്ചത്. അപ്പം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഡ്രോയിങ് പഠിക്കണം, ഓരോ ആക്ഷൻസ് നമ്മൾ വരച്ചുണ്ടാക്കണം. അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. സോ എന്താണ് നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് പഠിക്കുന്നത്, ഒരു എക്സ്പ്രഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ഇഫ് ക്യാരക്ടർ ഹാസ് ടു മൂവ്, എങ്ങനെ എന്തൊക്കെ പോസസ് ഉണ്ടാവും, ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അത് വരച്ച് ചെയ്യാണ്. അത് കഴിഞ്ഞതോടെ കമ്പ്യൂട്ടർ വന്നു. കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാം, വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇതേപോലെയുള്ള പോസസ് കൊടുത്താൽ മതി. സോ ഡ്രോയിങ് ആസ്പെക്റ്റ് ഇസ് ഗോൺ. നമ്മളൊരു മോഡൽ, നല്ല റിയലിസ്റ്റിക്കായി മോഡൽ ഉണ്ടാക്കി, പക്ഷേ അയാൾ അനാട്ടമി അറിഞ്ഞാലും നമുക്ക് എങ്ങനെ അയാൾ ഇരിക്കും, അല്ലെങ്കിൽ കൈ എത്രമാത്രം പോവാം, അല്ലെങ്കിൽ ഏത് പോസായിരിക്കും നന്നായിരിക്കുക എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് ആ ഒരു അനാട്ടമി അറിഞ്ഞാലേ ഉണ്ടാവുള്ളൂ. ബട്ട് ഡ്രോയിങ് ഉള്ളവരാണ് അധികം ഇതിൽ വരുന്നത്. എന്താ വെച്ചാൽ ദേ ഹാവ് ദറ്റ് വിഷ്വൽ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ ഡ്രോ ചെയ്യുമ്പോഴെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒബ്സർവ് ചെയ്യാണ് ഒരു സിറ്റുവേഷനെയോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെയോ. അതിൻ്റെ കീ ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്നാണ് ഈ ഡ്രോയിങ്ങിൽ വരുന്നത്. നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാനുള്ള വിഷ്വൽ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം സിനിമ ഈ വിഷ്വൽ ഈ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സക്സസ് ഒരു വലിയ ഘടകമാണെന്ന് നേരത്തെ പറഞ്ഞു. ഒരു സിനിമ സക്സസ് ആയി കഴിഞ്ഞാലാണ് ജനങ്ങൾ അതിനെപ്പറ്റി എന്തുകൊണ്ട് സക്സസ് ആയി എന്നുള്ള ആലോചിക്കും. അപ്പോഴാണ് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെയൊക്കെ ആൾക്കാർ വർക്ക് ചെയ്തതെന്ന് മനസ്സിലാക്കുക. ഇഫ് ഫിലിം ഈസ് നോട്ട് സക്സസ്ഫുൾ, നോബഡി ബോദർ ടു ആസ്ക്. ഇപ്പോൾ ഉള്ള ടെക്നോളജി, ഇപ്പോൾ മായ എന്നൊക്കെ പറയുന്ന ഇതിലാണ് ചെയ്യുന്നത് അല്ലേ? ഇതിൽ ഇനി എന്ത് അഡ്വാൻസ്മെൻ്റ് ആണ് ഇനി വരാൻ സാധ്യത? ബേസിക്കലി മായ എന്ന് പറഞ്ഞാൽ 3D ഓബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ 3D ഓബ്ജക്ട്സിന്, അതായത് മൂവ്മെൻറ്റ് കൊടുക്കാനോ, അനിമേഷൻ നമ്മൾ പറയുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഈ മായ വരുന്നതിന് മുമ്പും പല സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് കണ്ടുമാനം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലായോ ഇത് മൂവ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ ഓരോ ടെക്നീഷ്യൻസ് ആലോചിച്ച് അതിനൊരു സൊല്യൂഷൻ കൊടുക്കും. അപ്പോൾ അതിൻ്റെ പുതിയൊരു വേർഷൻ, ബെറ്റർ ഒരു സോഫ്റ്റ്വെയർ വരും. ഇപ്പോൾ അനിമേഷൻ ചെയ്യാന്ന് വെച്ചാൽ കീ ഫ്രെയിം അനിമേഷൻ എന്നാണ് ഞങ്ങൾ പറയുക. അതെങ്ങനെയാണ് ചെയ്യുക, ഒരു ക്യാരക്ടറിൻ്റെ ഓരോ പോസസും, ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ കൈ എവിടെയുണ്ട്, അടുത്ത കൈ വൈഡായി കാണിക്കുകയാണ്. ഇപ്പോൾ ഇതാണ് ഞങ്ങളുടെ കീ പോസസ്. 2 പോസസ് ഉണ്ടാവും. അപ്പോൾ ഈ 2 പോസസും മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇൻ ബിറ്റ്വീൻ മൂവ്മെൻറ്റ് കമ്പ്യൂട്ടർ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ മായ ഭയങ്കര ഈസി ആയത് അനിമേഷന്. അപ്പോൾ നമ്മൾ കീ പോസസ്, എക്സ്പ്രഷൻസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇൻ ബിറ്റ്വീനിലതിൻ്റെ ടൈമിംഗ് മാത്രം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിനു മുമ്പ് 2D അനിമേഷൻ ഡ്രോയിങ് ആണെങ്കിൽ ഓരോ ഫ്രെയിമിലെ ആക്ഷൻ നമ്മൾ വരയ്ക്കണം. ഒരു കൈ ഇവിടുന്ന് ഇവിടേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഇവിടെ, പിന്നെ ഇവിടെ അങ്ങനെ 10-15 ഡ്രോയിങ് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. അത് കമ്പ്യൂട്ടർ മായ പോലെയുള്ള സോഫ്റ്റ്വെയർ ഈസിയാക്കി. ഇനിയിപ്പോൾ അടുത്ത ലെവൽ എന്താ വെച്ചാൽ ആർട്ടിസ്റ്റ് ഈ കമ്പ്യൂട്ടറിൽ കീ ഫ്രെയിം വെച്ച് അനിമേറ്റ് ചെയ്യുന്നതിനൊരു പെർഫോം ചെയ്യാണ്. ഞാനൊരു ക്യാമറേൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് എൻ്റെ പെർഫോമൻസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാമറ അതുപോലെ ക്യാപ്ചർ ചെയ്യും. അത് കമ്പ്യൂട്ടറിലുള്ള 3D ക്യാരക്ടറിലേക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാണ്. ഇപ്പോഴും മോഷൻ ക്യാപ്ചർ എന്ന് പറഞ്ഞൊരു ടെക്നോളജി അതാണ്. അത് ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറേ ക്യാമറകളും സെറ്റപ്പും ഇതൊക്കെ. പക്ഷേ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് ഇറ്റ് ബിക്കം മച്ച് ഈസിയർ.